പാലുകാച്ചി മലകൾ നീലകണ്ഠന്റെ ഭാവത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. മലകൾക്കെല്ലാം നീല നിറമാണ്. ആകാശം എന്തോ ഗൂഢമായ സന്ദേശം നമ്മളിലേക്ക് പകർത്തിത്തരുന്നത് പോലെ ഇതാ വീണ്ടും നിങ്ങൾക്കായി ഞങ്ങളൊരുക്കിയ വൈശാഖോത്സവം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുകയാണോ ഈ ആകാശം? മഴമേഘങ്ങൾ കൊണ്ട് മൂടി നിൽക്കുന്ന ആകാശം. ആകാശത്തിന് താഴെ ഇന്നും വനമായി നിൽക്കുന്ന, വനത്തിന്റെ ഹരിതാപം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് നീല നിറത്തെ അനുസ്മരിപ്പിക്കുന്ന പാലുകാച്ചി മലകൾ. ആ മലകളെ സ്പർശിച്ച മേഘങ്ങൾ. ഈ മലകൾക്കും മേഘങ്ങൾക്കും ഒന്നേ പറയാനുള്ളൂ, ഇവിടെ ഇതാ വൈശാഖോത്സവം സമാഗതമായിരിക്കുന്നു. എന്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും നിലകൊള്ളുന്ന ആ മഹാദേവൻ, ആ മഹാശക്തി, ശിവപാർവതിമാർ, സാക്ഷാൽ മഹാവിഷ്ണു ഗോവിന്ദനായും നാരായണനായും ഇവിടെ ഇതാ 28 ദിവസം ദർശനമരുളാൻ തുടങ്ങിയിരിക്കുന്നു. മണിത്തറയിൽ ജനത്തിരക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ഭക്തർ തിരുവഞ്ചിറയിൽ മഴ നനഞ്ഞ് തൊഴാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ ഭണ്ണാരം എഴുന്നള്ളത്ത് ഇവിടെ എത്തുകയും പ്രഭാതത്തോടുകൂടി വൈശാഖോത്സവം ആരംഭിക്കുകയും ചെയ്തു. എങ്കിലും ഇന്നലെ തൊട്ട് ഏതാണ്ട് ഈ നിമിഷം വരെയും നടന്നത് കഴിഞ്ഞ വർഷത്തെ പൂജകളുടെ ബാക്കിയാണ്. എപ്പോഴും അങ്ങനെയാണ്, കഴിഞ്ഞ വർഷത്തിന്റെ പൂജകളാണ് ആദ്യം ബാക്കി ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് ഈ വർഷത്തെ പൂജകൾ തുടങ്ങുക. ഇപ്പോൾ ഈ വർഷത്തെ പൂജകൾ തുടങ്ങിയപ്പോഴാണ് മോക്ഷയുടെ സംഘം ഇവിടെ ഏതാണ്ട് ഒരു 2 മണിയായപ്പോൾ എത്തി. 2 മണിക്ക് എത്തുമ്പോൾ ഏറ്റവും വിസ്മയകരമായ കാഴ്ച എന്താണെന്നോ, മണിത്തറയിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല, പൂജാരികളല്ലാതെ. നമ്മൾ മോക്ഷയുടെ എല്ലാവരും വന്നു തൊഴുതു. ഞങ്ങളും മണിത്തറയിൽ പൂജാരികളും മാത്രം. കഴിഞ്ഞ വർഷവും കൊട്ടിയൂർ ഉത്സവത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ വന്നിരുന്നത്. പക്ഷെ അപ്പോ നിറഞ്ഞ തിരക്ക് കൊണ്ട് നമുക്ക് നിൽക്കാനാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നോക്കുക, ഇപ്പോ പോലും അധികം തിരക്ക് വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ വരുന്ന സമയത്ത് 2 മണിയാകുന്ന സമയത്ത് ഇവിടെ ഒരു മനുഷ്യരുമില്ലാതെ മണിത്തറ ഇങ്ങനെ ഒഴിഞ്ഞ് അത്യാവശ്യം കയ്യാലകളിൽ അതിന് വേണ്ടുന്ന പണികൾ ചെയ്തിട്ട് തിടപ്പള്ളിയിൽ നേദ്യമൊരുക്കുന്ന തിരക്കുമൊക്കെ ആയിട്ട്. പക്ഷേ മണിത്തറ ഒഴിഞ്ഞ് വളരെ വ്യക്തമായിട്ടാണ് പെരുമാളുടെ ദർശനം കിട്ടിയത്. വളരെ സന്തോഷം, ആനന്ദം. എന്താണ് ചെയ്യേണ്ടത്, ശരീരമാകെ വിറപൂണ്ട് നിൽക്കുന്ന പോലെ തോന്നി. ഇപ്പൊ നോക്കുക, ഇപ്പോ ആ തുളസിമാല കൊണ്ട് അലങ്കരിച്ച് പെരുമാളുടെ അലങ്കാരം എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അവിടെ പൂജകൾ നടക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. കൊട്ടിയൂർ എന്ന ആനന്ദം, കൊട്ടിയൂർ എന്ന ആവേശം ഇങ്ങനെ നമുക്ക് അനുഭവിക്കാനാവുകയാണ്. അപ്പൊ ഈ വർഷത്തെ വൈശാഖോത്സവത്തിന്റെ ആദ്യ പൂജയ്ക്ക്, ആദ്യത്തെ നേദ്യം കൊടുക്കലിന് സമയമാവാണ്. നേദ്യം വിളി കഴിഞ്ഞു, നേദ്യം കൊടുക്കുന്നതിന് മുന്നേയുള്ള വിളി കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നേദ്യത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന അവസരത്തിലാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയാൽ മാത്രം കാണാനാകുന്ന ചില കാഴ്ചകളുണ്ട് ഇവിടെ. അരി ഇടിച്ച് ഉരലിൽ, തടി കൊണ്ടുള്ള ഉരലിൽ തന്നെ ഇടിച്ചു പൊടിക്കുന്നത്. കൊട്ടിയൂർ ഒരിക്കലും മാറാതെ, ആ ആചാരങ്ങളൊന്നും മാറാതെ നിലകൊള്ളുകയാണ് എല്ലാ കാലത്തും. പച്ച നിറമുണ്ട് ഇപ്പോഴും, പച്ച ഓല കൊണ്ട് മെനഞ്ഞെടുത്ത കയ്യാലകൾ. 28 ദിവസം ഉത്സവം ആകുമ്പോഴേക്കും ഇതെല്ലാം ഉണങ്ങി, ആ പച്ചപ്പൊക്കെ മാറും, ഉണങ്ങി ആവും കാണാം. പക്ഷെ ഇത്തവണ നേരത്തെ മഴ എത്തിയത് കൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തെക്കാൾ നേരത്തെ തന്നെ മഴയെത്തി. കഴിഞ്ഞ തവണ ഉത്സവം തുടങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞാണ് മഴ തുടങ്ങിയത്. പക്ഷെ ഇത്തവണ മഴയോടുകൂടി, ഗംഭീര മഴയോടുകൂടിയാണ് ഉത്സവം. ഇന്ന് പ്രഭാതത്തിൽ മഴയൊന്നും ഉണ്ടായില്ല, പക്ഷെ ഇപ്പോ നല്ല മഴയാണ്. മഴയത്ത് ഞങ്ങളിങ്ങനെ കൊട്ടിയൂർ ഉത്സവത്തിന്റെ ആനന്ദത്തെ കണ്ട് മനസ്സ് നിറഞ്ഞ് ഭഗവാനെ കണ്ടതിന്റെ ആനന്ദം പറയാതിരിക്കാൻ വയ്യാട്ടോ. കാരണം ഇവിടെ എത്തിയപ്പോ തന്നെ മോക്ഷയുടെ എല്ലാവരോടും പറഞ്ഞിരുന്നത് തിരക്കാണ്, തിരക്കിൽ നിങ്ങൾ എങ്ങനെയാണ് തൊഴാൻ പറ്റാന്നറിയില്ല, എങ്കിലും വിശദമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് തൊഴേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ കണ്ണ് നിറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട്, ഇങ്ങനൊരു എന്നുവെച്ചാൽ ഒരു ആളില്ലാതെ, അത് എങ്ങനെ പറയണ്ടേ എന്നറിഞ്ഞുകൂടാത്ത രീതിയിൽ അത്രയ്ക്കും ഒരാളും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കായിരുന്നു മണിത്തറ. ഇപ്പോഴും നോക്കൂ, ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാ വർഷവും കാണുന്നതാണല്ലോ കാഴ്ചകൾ. ഇവിടെ ഒക്കെ സാധാരണ ഭക്തർ നിറഞ്ഞു നിൽക്കും. ഇപ്പൊ ആരുമില്ല, മെല്ലെ മെല്ലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ആദ്യത്തെ ദിവസം ഈ സമയം വലിയ തിരക്കില്ലാതെ നമുക്ക് കാണാം. നിങ്ങൾ മണിത്തറ കണ്ടല്ലോ, ഇനിയിപ്പോ അമ്മാറക്കല് കാണണ്ടേ? അപ്പൊ ഈ തത്സമയത്തിലൂടെ അമ്മാറക്കല് കാണുന്നവർക്ക് അമ്മാറക്കല്ല് നമുക്ക് കാണാം, അമ്മ മറഞ്ഞ കല്ല് നമുക്ക് കാണാം. എന്നാലും കൊട്ടിയൂരിന്റെ തിടപ്പള്ളിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. കൊട്ടിയൂരിലെ ഈ തിടപ്പള്ളിയില് സദാ നേദ്യം
പാകം ചെയ്തുകൊണ്ടേയിരിക്കും. ഭഗവാന് സമർപ്പിക്കാനുള്ള നേദ്യം പാകം ചെയ്തുകൊണ്ടിരിക്കും പലതരത്തിലും. പക്ഷെ ആ അടുക്കളയിൽ ചാരമുണ്ടാവില്ല. ആ ചാരമൊക്കെ ഇപ്പോ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടാവും. അത് ഇവിടുത്തെ ഒരു വിശേഷമാണ്. ഇങ്ങനെ ചില കാഴ്ചകളൊക്കെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയാൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മര ഉരലിൽ ഇരുമ്പുലക്ക കൊണ്ട് ഇടിച്ച് അരിപ്പൊടി തയ്യാറാക്കാണ്. ഇനി നമുക്ക് അമ്മ മറഞ്ഞ കല്ലിനരികിലേക്ക് പോകാം. കൊട്ടിയൂരിലെ തിടപ്പള്ളിയിലേക്ക് നമ്മൾ എത്താം. കയ്യാലൊക്കെ വശങ്ങളിൽ നിന്നുകൊണ്ട് തിടപ്പള്ളി കാണാണ്. ഭഗവാനെ നേദ്യമൊരുക്കുന്ന ഈ തിടപ്പള്ളിയിൽ എത്രമാത്രം വിറക് എരിച്ചാലും ശരി തന്നെ ചാരം ഉണ്ടാവില്ല. ശകലം പോലും ചാരം ഇവിടെ ഉണ്ടാവില്ല. ഇവിടുത്തെ ചാരം മുഴുവനും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ എത്തുന്നതാണ്. അതാരും കൊണ്ടുപോകുന്നതല്ല. ഇവിടെ തെളിയിക്കുന്ന വിറകിന്റെ മുഴുവൻ ചാരം അവിടെയാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിലെ ഇനി അങ്ങോട്ട് ചാരം വളരെ കൂടുതലായിരിക്കും. ഉത്സവം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ചാരം വളരെ കൂടുതലായി വരും. അതുകൊണ്ട് ഇവിടുത്തെ ചാരമെല്ലാം അവിടെയാണ് ചെല്ലുന്നത് എന്നുള്ള വിശ്വാസമുള്ളത്. ഒരു നല്ല മഴ ഇടയ്ക്കൊന്ന് പെയ്ത് തോർന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ മഴയില്ല, നല്ലൊരു അന്തരീക്ഷമാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, ഇവരെല്ലാം ധ്യാനത്തിലാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് വേണ്ടിയിട്ടാണ് വൈശാഖോത്സവം, മനുഷ്യർക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഈ മലയും ഈ മരങ്ങളും ഒക്കെ ഈ വൈശാഖോത്സവത്തിനായിട്ട് കാത്തു നിൽക്കുന്നതാണ് ഇവിടെ വരുമ്പോൾ തോന്നുന്നത്. പക്ഷെ ഇവർക്ക് എല്ലായ്പ്പോഴും കാണാട്ടോ. ഈ മരങ്ങൾക്ക്, ഇവിടെ തൊട്ട് നിൽക്കുന്ന മരങ്ങൾക്കെല്ലാം എല്ലായ്പ്പോഴും ഭഗവാനെ കാണാം എന്നുള്ളൊരു വിശേഷമുണ്ട്. വൈശാഖോത്സവം വരുമ്പോൾ ഇവർക്കൊരു പ്രത്യേക ഗാംഭീര്യം, ഇവർക്കൊരു പ്രത്യേക ധ്യാനഭാവം വരുന്നുണ്ട്. ഒരുപക്ഷെ വൈശാഖോത്സവത്തിൽ മാത്രമാണല്ലോ നമ്മൾ ഇവരെ കാണുന്നത്, അതുകൊണ്ട് തോന്നുന്നതുമാകാം. ഇവർ സദാ ധ്യാനത്തിലായിരിക്കും. വൈശാഖോത്സവത്തിന് മാത്രം വരാൻ അനുവാദമുള്ള നമ്മളെത്തുമ്പോൾ അവരുടെ ധ്യാനത്തെ നമ്മൾ അറിയുന്നു എന്ന് മാത്രം. ഇതാ അമ്മ മറഞ്ഞ കല്ലിന് മുന്നിൽ നമ്മളെത്തി. അമ്മാറക്കൽ എന്ന് വിശേഷിപ്പിക്കുന്ന അമ്മ മറഞ്ഞ കല്ല്. ഈ ആ ഒരു ശില നിങ്ങൾ കാണുന്നല്ലോ, നീളത്തിനുള്ളൊരു ശില കാണുന്നുണ്ടല്ലോ. ഈ കാണുന്ന ശില, ഇതാണ് ഭഗവതി സാന്നിധ്യമായിട്ട് കരുതുന്നത്. ഭഗവതിയുടെ ഉടലായി തന്നെ കരുതാറുണ്ട്. ഇവിടെ വേറെ വിഗ്രഹങ്ങളൊന്നുമില്ല. ആ തെളിയുന്ന നിലവിളക്ക്, വിളക്കല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഇവിടെ അമ്മാറക്കല്ലില് ഭഗവതിയുടെ സാന്നിധ്യം, സതീദേവി മറഞ്ഞ കല്ല്. പിന്നെ അപ്പുറത്ത് നിങ്ങൾ കാണുന്ന ആ തുളസിമാലയിട്ട് അലങ്കരിച്ചു കാണുന്ന ശിവേലി ബിംബാണ്. ഇന്ന് ഇപ്പോഴൊന്നും ശിവേലി ഇല്ലെന്നാണ് അറിഞ്ഞത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് കൊട്ടിയൂരിലെ സങ്കല്പത്തിൽ ഇന്നിവിടെ ഇപ്പൊ നടക്കുന്ന പ്രഭാത പൂജയാണ്. അതായത് ഒരു വർഷത്തെ വൈശാഖോത്സവത്തിന്റെ പൂജ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഉച്ചവരെ നടന്ന എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷത്തിന്റെ ബാക്കി എന്നാണ് പറയുന്നത്. അപ്പോ പുതിയ പൂജയായിട്ട്, പുതിയ വൈശാഖോത്സവത്തിന്റെ പൂജയായിട്ട് ഉച്ചയ്ക്ക് പൂജ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ പ്രഭാതത്തിലെ പൂജ ഇപ്പൊ കഴിഞ്ഞു. ഇനി ഉച്ച ശിവേലി ആവുമ്പോഴേക്കും ഏതാണ്ട് രാത്രി 11 മണിയാവും. ഇനി പതിയെ പൂജ ചെയ്താണ് ആ സമയത്തിലേക്ക്, നമ്മളുടെ ഇപ്പോഴുള്ള സമയവും ഈശ്വരൻ നിശ്ചയിക്കുന്ന സമയവും തമ്മിൽ ഒത്തുചേരുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അങ്ങനെ ഒരുപാട് വിശേഷമായ ആചാരങ്ങളും അതുപോലെ തന്നെ അത്ഭുതങ്ങളും ഒക്കെ ഇവിടെ പറയാനുണ്ട്. കയ്യാലകളിൽ ഓരോരുത്തരായി വന്നു തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണർന്ന് തുടങ്ങുന്നേ ഉള്ളൂ. കയ്യാലകളിലേക്കൊക്കെ വന്ന് സ്ഥാനം പിടിച്ച് ഒക്കെ ഇരിപ്പ് തുടങ്ങിയിട്ടൊക്കെ ഉള്ളൂ. കൂത്തമ്പലത്തിലെ ചാക്യാർകൂത്ത് തുടങ്ങിയിട്ടില്ല. കൂത്തമ്പലം അറിയാലോ, മത്തവിലാസം കൂത്താണ് ഇവിടെ നടത്തുന്നത്. ചാക്യാർ അവതരിപ്പിച്ചു തുടങ്ങിയിട്ടില്ല. അതിനൊക്കെയും കാരണം ഈ വൈശാഖോത്സവത്തിന് പൂജ തുടങ്ങിയാലാണല്ലോ ഇതൊക്കെ തുടങ്ങണ്ടു. അപ്പൊ അതിനായിട്ട് കാത്തിരിക്കുകയാണ്.
നിങ്ങൾക്ക് അനുഭവിക്കാനാകുന്നുണ്ടോ ഈ ജലത്തിൽ സ്പർശിച്ച് നിൽക്കുന്ന അവസ്ഥ? പലർക്കും ഇവിടെ എത്താനാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളും ഈ ജലത്തിൽ, ഈ തിരുവഞ്ചിറയിലെ രുദ്രച്ചിറ എന്നറിയപ്പെടുന്ന തിരുവഞ്ചിറയിലെ ജലത്തിൽ സ്പർശിച്ചാണ് നിങ്ങൾ നിൽക്കുന്നതെന്നൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഈ ജലത്തിന്റെ സാന്നിധ്യത്തെ അറിയാൻ പറ്റും, ജലത്തെ സ്പർശിക്കാൻ പറ്റും, ഈ മഴമേഘങ്ങളുടെ സാന്നിധ്യത്തെ അറിയാൻ പറ്റും, ഈ കാടിനെ അനുഭവിക്കാൻ പറ്റും, ഈ കയ്യാലകളുടെ സാന്നിധ്യം അറിയാൻ പറ്റും, ആ തിടപ്പള്ളിയിലെ അഗ്നിയുടെ ചൂടറിയാൻ പറ്റും. ഒന്ന് മനസ്സറിഞ്ഞു നോക്കുക. അമ്മ മറഞ്ഞ കല്ലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, ആ കല്ലിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും, ഈ രുദ്രച്ചിറയാകെ വലം വെക്കാൻ പറ്റും. ഇതെല്ലാം കാണാൻ പറ്റുന്നില്ലേ? ഈ കാഴ്ചകളെ മനസ്സിലേക്ക് നിറയ്ക്കാം. ഇവിടേക്ക് വരാൻ പറ്റുന്നവർ ഇവിടേക്ക് തീർച്ചയായിട്ടും ഈ ഉത്സവകാലത്ത് വരണം. കാരണം കേരളത്തിന്റെ ഒരു തനതായ ആചാര രീതികൾ, തനതായ വിശ്വാസ രീതികൾ എന്നെന്നും മുറുക്കെ പിടിക്കുന്ന കൊട്ടിയൂർ ഉത്സവം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് വലിയൊരു പ്രാർത്ഥന. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാകുമ്പോഴാണ് നമുക്കിതിങ്ങനെ ആവേശത്തോടു കൂടി ഓരോ തവണയും വന്ന് കാണാൻ പറ്റുന്നത്. കയ്യാലകൾ ഓരോന്നും അറിയാമല്ലോ, ഓരോ കുടുംബത്തിന്റെ കയ്യാലകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ പാരമ്പര്യ ട്രസ്റ്റിയുടെ ഉണ്ട്, അതുപോലെ തന്നെ തന്ത്രിയുടെ ഉണ്ട്, പന്തിരടിക്കാമ്പ്രം, അങ്ങനെ ഓരോരോ കയ്യാലകൾ. ആക്കൽ തറവാടിന്റെ വീണ്ടും നേരെ മുന്നിലെത്തി. ഇവിടുത്തെ ഒന്നിന്റെയും സമയം നമുക്ക് വ്യക്തമായി പറയാനാവില്ലല്ലോ. അതുകൊണ്ട് എത്ര മണിക്കാകും ശിവേലി, എത്ര മണിക്കാവും പൂജ എന്ന് പറയാനാവില്ല. ഇതാ ഇപ്പോ തിടപ്പള്ളിയിൽ നിന്നുള്ള ആ പുക ആ കയ്യാലയിലൂടെ പുറത്തേക്ക് വന്ന് നിൽക്കുന്ന നോക്കും. മേഘവും ഈ പുകയും ഒക്കെ ഒന്നായി തീർന്ന പോലെ, അതായത് ശരിക്കും പറഞ്ഞാൽ ആകാശം ഇങ്ങ് താഴേക്ക് ഇറങ്ങി വന്നതുപോലെ അല്ലേ? എങ്ങനെയുണ്ടായി? കൊട്ടിയൂരപ്പനെ നന്നായി തൊഴുതോ? അതെ, ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഞങ്ങള് നിപ്പയുടെ സമയത്തൊക്കെ വന്നിട്ടുള്ളപ്പോഴാണ് ഇത്രയും തിരക്കില്ലാണ്ട് മണിത്തറ കണ്ടത്. മഹാഭാഗ്യം തന്നെ അല്ലേ? എന്തായാലും കൊട്ടിയൂർ വരാന്നുള്ള തീരുമാനം. അതെ അതെ അതെ. സന്തോഷായോ തൊഴുതിട്ട്? ദർശനം അതെ, ഓക്കെ. ഇന്ന് കൊട്ടിയൂരപ്പന്റെ ഈ സാന്നിധ്യം മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ എല്ലാവർക്കും. വീണ്ടും കൊട്ടിയൂർ ഉത്സവ നാളുകളിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് കണ്ടുമുട്ടാം. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. കൊട്ടിയൂരിന്റെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുന്നു. പെരുമാൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.